ഈ അടുത്ത കാലം വരെ നമ്മുടെ കേരളം വളരെ മുൻപന്തിയിലായിരുന്നു സ്പോർട്സിൽ, പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ. നാഷണൽ അത്ലറ്റിക്സിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരുന്നതായിരുന്നു കേരളം. പക്ഷേ ഈ അടുത്ത കാലത്ത് അത് വേറെ പല സ്റ്റേറ്റുകൾ കൊണ്ടുപോകുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഹരിയാനയൊക്കെ ഒരുപാട് മുന്നേറി കഴിഞ്ഞു അതിനകത്ത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ അത്ലറ്റിക്സിൽ, എന്താ ഇവിടുത്തെ കൊള്ളരുതാത്തത് കൊണ്ടാണോ ഇവിടുത്തെ കുട്ടികളെ? അല്ലല്ലോ. പക്ഷേ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഇവിടെ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർക്ക് ഒരുപാട് ആവശ്യം വരുന്നതാണ്, അതൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഈ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അവർക്കുള്ള യൂണിഫോം, അതായത് കേരളം എന്നെഴുതിയ ഒരു ജേഴ്സി പോലും കൊടുക്കാനുള്ള കഴിവ് സ്പോർട്സ് കൗൺസിലിന് ഇല്ലാതായി. അവർ ധനദൗർലഭ്യം എന്നുള്ളതാണ് അതിന് പറയുന്നത്, പണമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വാർത്ത പുറത്തു വന്നത്. ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതാവായിട്ടിരിക്കുന്ന ആളുണ്ടല്ലോ, സ്പോർട്സ് കൗൺസിലിൻ്റെ തലപ്പത്തിരിക്കുന്ന, പ്രതീക്ഷിച്ച് വെച്ചേക്കുന്ന അയാൾ ഈ കഴിഞ്ഞ 10 മാസത്തിൻ്റെ ഇടയിൽ ഇന്ധന ചെലവായിട്ട് എഴുതിയെടുത്തേക്കുന്നത് എത്ര എന്നറിയോ? ഏതാണ്ട് 3.5 ലക്ഷത്തോളം രൂപയാണ് 10 മാസത്തേക്ക്. 3.5 ലക്ഷത്തോളം രൂപയാണ് എഴുതിയെടുത്തേക്കുന്നത്. കാരണം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ആഹാരം കൊടുക്കാൻ പൈസയില്ല. അതുപോലെ തന്നെ അവർക്ക് ജേഴ്സി, ഞാൻ പറഞ്ഞില്ല, കേരളം എന്ന് എഴുതിയ ഒരു മിനിമം റിക്വയർമെന്റ് ഒരു ജേഴ്സി, അത് വാങ്ങിക്കൊടുക്കാനുള്ള മാർഗമില്ല. അവർ കിറ്റ് ഒന്നും കൊടുക്കുന്നില്ല, സ്പോർട്സ് കിറ്റ് ആവശ്യമുള്ളത്. ഈ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് സ്പോർട്സ് കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്തിനായി വെച്ചോണ്ടിരിക്കുന്നത്? ഇത് യഥാർത്ഥം ഇങ്ങനെയുള്ള വെള്ളാനകളെയൊക്കെ ഉള്ള ഈ കോർപ്പറേഷൻ, ഈ കൗൺസിലും ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പിരിച്ചുവിടണം. ഇതൊക്കെ നേരിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്, നേരിട്ട് അവർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ വേറെ കൊള്ളാവുന്ന ആളുകളെ ഏൽപ്പിക്കണം. അതല്ലാതെ ഇതേപോലുള്ള വെള്ളാനകളെ കൊണ്ടുവന്ന് ഇതിനകത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പണമില്ലാതിരിക്കുമ്പോഴാണ് ഏതാണ്ട് 3.5 ലക്ഷം രൂപയോളം കഴിഞ്ഞ 10 മാസത്തേക്ക് ഇയാളെന്ത് പെട്രോളാണോ കുടിക്കുന്നേ, അതോ ഡീസലാണോ കുടിക്കുന്നത്? എപ്പോഴും ഒരാൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ 3-4 ലിറ്റർ വെള്ളം ഏറ്റവും കുറഞ്ഞത് കുടിച്ചിരിക്കണം. അപ്പൊ അതിന് പകരം ഇതാണോ എടുത്ത് കുടിക്കുന്നതെന്നാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയത്തില്ല. എന്തായാലും മന്ത്രിക്കോ MLAക്കോ ഇല്ലാത്ത ചിലവാണ്. അവർക്ക് ഒരുപാട് യാത്ര ആവശ്യം വരുന്നവരാണ്. ഈ സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്തിരിക്കുന്ന ഇയാൾ എന്ത് ചെയ്തിട്ടാണ് ഇയാൾക്ക് ഇതേപോലെ ഈ 10 മാസത്തേക്കുള്ള ഇന്ധന ചെലവ് എഴുതിയെടുത്തേക്കുന്നത്? അവിടെ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലെന്നാ പറയുന്നത്. പക്ഷെ ഇയാൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് ഉള്ള ചെലവ് എഴുതിയെടുക്കാം, ഒരു പ്രശ്നമില്ല. ഇതുപോലുള്ള വലിയ അഴിമതിയല്ലേ നടക്കുന്നത്? ഈ അഴിമതി ഇവിടെ ഈ ജൂനിയർ ലെവലിലോ സബ് ജൂനിയർ ലെവലിലോ പോലും ഇപ്പൊ കേരളം മുന്നോട്ട് വരുന്നില്ല. മറ്റേത് കേരളം കഴിഞ്ഞേ ഉള്ളൂ അത്ലറ്റിക്സിൽ വേറെ ആരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ കഴിവില്ലാത്തവർ ഉള്ളതുകൊണ്ടല്ല. പക്ഷേ ഇപ്പം മടുത്തു കഴിഞ്ഞു ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ. കാരണം നിവൃത്തിയില്ല, എന്ത് ചെയ്യാനൊക്കും? ഈ ചെറിയ പ്രായത്തിൽ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് പണവും കൊടുത്ത് അവരെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അയക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുന്നില്ല. ഇതിനി അത് ധനാഢ്യന്മാരുടെ ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറാൻ അധികം സമയം വേണ്ട. മറ്റേതിവിടെ പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ അവർ തലപ്പത്തേക്ക് വരുവാൻ. ശ്രീജേഷ് നമ്മൾ കണ്ടോ, നമ്മൾ നോക്കിക്കോളൂ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാള് ഇന്ത്യൻ ഹോക്കിയുടെ തലപ്പത്ത് എത്രയോ വർഷം വരുന്നു അദ്ദേഹം. ഇന്ന് ലോക ഹോക്കിയിൽ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ വിളിച്ച് ആക്ഷേപിച്ച് നമ്മൾ കണ്ടാണല്ലോ ഇപ്പോൾ കേട്ടോ. 2 പേരാണ് ചേർന്ന് ആക്ഷേപിച്ചത്. അദ്ദേഹം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് ശിവൻകുട്ടിക്ക് തോന്നി അത് അദ്ദേഹത്തിനെ ആദരിക്കണമെന്ന്. ആദരിച്ചോട്ടെ, എന്താ കുഴപ്പമുണ്ടായിരുന്നേ? അപ്പൊ അബ്ദുൾ റഹ്മാന് വളരെ വിഷമമായി. കാരണം കായിക സ്പോർട്സിന്റെ അയാൾ വേറെ ആദരിക്കട്ടെ. അതിന് ഈ കുടുംബസമേതം ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ശ്രീജേഷ് ആയതുകൊണ്ട്, മര്യാദയുള്ള ആളായതുകൊണ്ട് ഒന്നും പ്രതികരിക്കാതെ അദ്ദേഹം തിരിച്ചുപോയി, മടങ്ങിപ്പോയി. ഇത് നമ്മൾ കണ്ടതാണ്. ഇത് കായിക കേരളത്തിന് തന്നെ വളരെ അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഈ നോക്കോളൂ, ജൂനിയർ തലത്തിലെങ്കിലും സീനിയർ തലത്തിലെല്ലാം പോയി കേട്ടോ. ഇവിടെ എത്ര കായിക താരങ്ങൾ ഉണ്ടായതാണ് അത്ലറ്റിക്സിൽ. ഇവിടെ ഇവിടെ ലോങ് ജമ്പിലായാലും ഹൈ ജമ്പിലായാലും, അതുപോലെ തന്നെ മറ്റ് നടത്ത മത്സരത്തിലായാലും ഓട്ടത്തിലായാലും ഹേർഡിൽസിലായാലും എല്ലാം ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നതാണ് ഈ സംസ്ഥാനം. ഇപ്പോൾ അതില്ലാതായി. അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ഇപ്പോൾ അധികം ഒരു സ്ഥാനമില്ല. ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ഈ പരിതാപകരമായ അവസ്ഥ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, വീണ്ടും വീണ്ടും ഇത് പുറകോട്ട് പോകും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്,
ഇത് പണമുള്ളവരുടെ ഒരു പ്രോഗ്രാമായിട്ട്, അതായത് പണക്കാരുടെ ഒരു കാര്യമായിട്ട് മാറരുത്. വീട്ടിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കോച്ചിനെയൊക്കെ വെച്ച് നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത് അങ്ങനെ പോകാം. ഇപ്പം ടെന്നീസിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ടെന്നീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാക്കറ്റ് വാങ്ങിക്കണമെങ്കിലും ലക്ഷങ്ങൾ മുടക്കണം. ആ രീതിയിലുള്ളപ്പോൾ ആയിരങ്ങൾ മുടക്കണം, പതിനായിരങ്ങൾ മുടക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു പോക്കാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ക്രിക്കറ്റിലായാലും ശരി, പണച്ചെലവുള്ള കാര്യമാണ് അത്. അതൊക്കെ ഇതൊക്കെ പറഞ്ഞ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ആളുകൾ മുമ്പ് വരുമായിരുന്നു. ഇനി അത് വരാൻ പോകുന്നില്ല. കാരണം അന്നൊക്കെ സർക്കാർ സഹായങ്ങൾ ഇതുപോലെ ഈ സ്പോർട്സ് കൗൺസിലിൽ നിന്നൊക്കെയുള്ള സഹായങ്ങളുണ്ടായിരുന്നു. ഇപ്പം എന്താ, സ്പോർട്സ് ഹോസ്റ്റല് അത് പുതുക്കി പണിയുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പറഞ്ഞു കേട്ട്, അതായത് ഈ ചാള അടുക്കിയിടുന്ന പോലെ ഉണ്ടല്ലോ, അതേപോലെ ഈ ഇവിടെ സ്റ്റേഡിയത്തിലെ ഒരു ഡോർമിറ്ററി കിടക്കുന്നത് അതാണ് വന്നേക്കുന്ന വാർത്ത. എത്ര നാൾ ഇവർക്ക് പിടിച്ചു നീക്കാൻ പറ്റും? അതുപോലെ ആഹാരം കൊടുക്കുന്നവർക്ക്, സപ്ലൈ ചെയ്യുന്നവർക്ക്, അവർക്ക് പണം കൊടുക്കുന്നില്ല അവിടെ സാധനങ്ങൾ. അപ്പോൾ മീനും ചിക്കനും ഒക്കെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതൊന്നും ഇപ്പോൾ ഇല്ല, കട്ട് ചെയ്തിട്ട്. ഞാൻ ചോദിക്കട്ടെ, സസ്യാഹാരം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഊർജം, പ്രോട്ടീനൊന്നും ഇല്ലാത്ത, കണ്ടന്റ് ഇല്ലാത്ത ആഹാരമൊക്കെ കൊടുത്താൽ ഈ എങ്ങനെ സ്പോർട്സ് താരങ്ങൾ ഉണ്ടാവും? അതിനി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് പണക്കാരുടെ ഒരു മേഖലയായിട്ട് മാറാൻ പോവുകയാണ്. അധികകാലം അതിന് വേണ്ടി വരില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. കാരണം ഇതുപോലുള്ള സ്പോർട്സ് കൗൺസിൽ ഇതൊക്കെ പിരിച്ചുവിടണം. ഇവന്മാരെയൊക്കെ വീട്ടിൽ പറഞ്ഞേക്കണം പോയിരിക്കാൻ. ഇതേപോലെ ഇത്രയും ദുർവ്യയം നടത്തുന്ന ആളുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം അത്രത്തോളം ഇതിൽ പിന്നോക്കം പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമ്മൾ താഴേക്ക് കൂപ്പുകുത്തി പോവും. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അത് വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ളവരെ നിലയ്ക്ക് നിർത്താനായിട്ട് സർക്കാർ പരിശ്രമിക്കണം.